ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാട്ടുവിശേഷങ്ങൾ, മ്യൂസിക് തെറാപ്പിയും അതിനുശേഷം പാട്ടുകൾ പാടുന്നതുമാണ്. ഇന്നും അതുപോലെ തന്നെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാം. നമ്മളെല്ലാവരുടെയും പേരിൽ ജോസഫ് സാറിനെ പേരിൽ ക്ഷണിക്കുകയാണ്. ജോസഫ് സാർ, യുവർ വെൽക്കം. സർവേശ്വരന് സ്തുതി. മാറ്റിൻ്റെ വെബിനാറിൻ്റെ സാരഥി സാബു കേരളം സാറിനും സന്നിഹിതരായിരിക്കുന്ന എല്ലാ സംഗീത പ്രേമികൾക്കും സ്വാഗതം, നമസ്കാരം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ മ്യൂസിക് ആൻഡ് സ്ട്രെസ് അതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്, സംസാരിച്ചത്. ക്ലിയർ ആണോ? ഓഡിബിൾ ആണോ? അല്ലേ? സംസാരിച്ചത്. സംഗീതം എത്ര നല്ലൊരു കൂട്ടുകാരനായി നമ്മോടൊപ്പം സഞ്ചരിക്കാൻ കഴിയും, അല്ലെ? നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് അത് കുറയ്ക്കുവാൻ സംഗീതത്തെ കൊണ്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. നമുക്കറിയാം, നാം ഉണരുന്നത് ഊർജ്ജസ്വലതയോടെ ഉന്മേഷത്തോടുകൂടി ആണെങ്കിൽ ആ ദിവസം അതുപോലെ ആയിരിക്കും എന്ന് പറയാം. എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക? പലരും പല വിധത്തിലായിരിക്കാം. പക്ഷെ നമുക്ക് സംഗീതമുണ്ടെങ്കിൽ സംഗീതത്തോടൊപ്പം ഉണരാം. നമ്മൾ സാധാരണ അലാം വയ്ക്കുന്നത് എന്തെങ്കിലും ശബ്ദവും അല്ലെ ഏതെങ്കിലും പാട്ടോ മ്യൂസിക്കൊക്കെ ആയിരിക്കും. പക്ഷെ അതിന് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടഗാനം, നമ്മളെ ഉണർത്തുന്ന ഗാനം, നമ്മളെ ഉന്മേഷഭരിതമാക്കുന്ന ആ ഗാനം തന്നെ ആയിക്കോട്ടെ നമ്മുടെ റിംഗ് ടോൺ, നമ്മുടെ അലാം ബെൽ, ആ രീതിയിൽ നമുക്ക് ഉണർന്നു. അപ്പൊ അതൊരു പോസിറ്റീവ് വൈബ് നമുക്ക് തരും. കൺസിഡർ ബീയിങ് എ ലിറ്റിൽ കൈൻഡർ ടു യുവർസെൽഫ്. നമ്മൾ ഏതെങ്കിലും ശബ്ദം കേട്ടുകൊണ്ട്, ഏതെങ്കിലും ബഹളം കേട്ടുകൊണ്ട് എഴുന്നേൽക്കാൻ തയ്യാറാവാതെ നമ്മളോട് തന്നെ കുറച്ച് കൈൻഡ് ആവാനാണ് പറയുന്നത്. Try waking to a familiar piece of music that eases you into the day like beautiful sunrise or a lover's cares. ഒരു സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ഒരു മനോഹരമായ ഒരു കാഴ്ചയല്ലേ? അതുപോലെ നമുക്ക് ഇമോഷൻ തരുന്ന, സന്തോഷം തരുന്ന ഒരു പീസ് ഓഫ് മ്യൂസിക് നമ്മുടെ അലാം സെറ്റ് ചെയ്യുക. അത് കേട്ട് നമുക്ക് ഉണരാനുണ്ട്. Once you are up and moving, fill your room with beautiful and inspiring music. ഉണർന്നു, നല്ലൊരു സംഗീതം കേട്ടുകൊണ്ട് ഉണർന്നു. പുലരി പുഞ്ചിരി വസന്തം, ഇങ്ങനെ അർത്ഥത്തിന് യോജിക്കും, സന്ദർഭത്തിന് യോജിക്കും, നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന അതുപോലെയുള്ള പാട്ടുകളൊക്കെ അലാം ടോണായിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ. ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രവർത്തനത്തിലേക്ക് തിരിയുകയാണ്, അല്ലെ? അപ്പോ നമ്മുടെ റൂമിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു, നമുക്ക് സംഗീതം പ്ലേ ചെയ്യട്ടെ, അല്ലെ? അതൊക്കെ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ സാധാരണ ഉണർന്നു വരുന്നത് കഴിഞ്ഞ ദിവസം സംഭവിച്ച തെറ്റുകളെ കുറിച്ച് പശ്ചാത്താപവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇന്നിനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ ആയിരിക്കാം സാധാരണ വരുന്നത്. അതൊക്കെ മാറ്റിവെക്കും. ഒരു പോസിറ്റീവ് വൈബോടുകൂടി നമ്മൾ ഉണർന്നു വരുവാനായിട്ട് സംഗീതത്തെ കൂട്ടുപിടിക്കും എന്നാണ്. ഉണർന്നു കഴിഞ്ഞാലോ നമ്മളോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങളിൽ സംഗീതം നമ്മുടെ കൂട്ടുകാരാനായിട്ട് ഉണ്ടാവട്ടെ എന്നാണ്. A positive morning music ritual is a sure way to start your day off in a better mood
എ പോസിറ്റീവ് മോർണിംഗ് മ്യൂസിക്, അത് നമ്മുടെ ആ ജീവിതത്തിൽ, ആ ദിവസത്തെ ജീവിതത്തിൽ ഒരു ബെറ്റർ മൂഡ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ ബിസി ഷെഡ്യൂളിലേക്ക് കടന്നു പോകാം, ഈസി ആയിട്ട് കടന്നു പോകാം എന്നാണ് പറയുന്നത്. ഡെയിലി മെഡിസിൻ ആണ് മ്യൂസിക്. അതെങ്ങനെയാണ്? സിംഗ് വിത്ത് മ്യൂസിക്. കേൾക്കുന്നതിന്റെ ഗുണം പിന്നെ പാട്ടിനോടൊപ്പം പാടുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ്, അതിന്റെ ഗുണഫലങ്ങൾ, അതിന്റെ പോസിറ്റീവ് എഫക്ട്സ് ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്താണ്, കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മൾ ആ പാട്ടിൽ കിട്ടും അല്ലെ, അതിനോടൊപ്പം പാടുമ്പോൾ. അങ്ങനെ അതിനെ നമുക്ക് ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഉള്ള വൈബ്രേഷൻസ്, ടെൻഷൻസ് ഒക്കെ, നമ്മുടെ ചിന്തകളിലുള്ള വൈബ്രേഷൻസ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. അതിന്റെ റെഗുലേറ്റ് ബ്രീത്തിങ്, ശ്വാസഗതി റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം എന്താണ് നമുക്ക് തരിക? ദേ ഓൾ പ്രൊമോട്ട് റിലാക്സേഷൻ. സ്ട്രെസ്സിൽ നിന്ന് നമുക്കൊരു റിലീഫാണ് തരിക. പാട്ട് കേട്ടുണരുന്നത്, പാട്ടിനോടൊപ്പം സഞ്ചരിക്കുന്നത്, അതുപോലെ തന്നെ പാട്ടിനോട് കൂടെ പാടുന്നു. അത് നമ്മുടെ എല്ലാ സെല്ലുകളെ ഉത്തേജിപ്പിക്കും. നമ്മുടെ ബോഡിയിലെ എല്ലാ സെല്ലുകളെ ഉത്തേജിപ്പിക്കും എന്നാണ് പറയുക. അതുവഴി നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾഡ് ആവുന്നു, റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നു. പറയുന്നത് സിംഗ് ഇൻ ദ ഷവർ, സിംഗ് ഇൻ ദ കാർ. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നല്ല ലല്ലബി, ഒരു ഉറക്ക പാട്ട് കേട്ടുകൊണ്ട് ഉറങ്ങും, ശാന്തമായിട്ട് ഉറങ്ങും. എവിടെയും പാട്ട് നമുക്ക് സന്തത സഹചര്യ, പാട്ടിൽ നമുക്ക് സന്തത സാഹചര്യമായിട്ട് കൊണ്ടുവരുമ്പോൾ സ്ട്രെസ് കുറയുന്നു എന്നുള്ളതാണ്. പ്ലേ വിത്ത് മ്യൂസിക്. ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കുക, ആ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് പ്ലേ ചെയ്യുക. സ്പെൻഡ് എ ഫ്യൂ മിനിറ്റ്സ് എവറി ഡേ ഇൻ ദ മോർണിംഗ് പ്ലേയിങ് മ്യൂസിക്. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, എസ്പെഷ്യലി മ്യൂസിക് പഠിക്കുമ്പോൾ, നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റഡ് ആണ്. നമ്മുടെ ന്യൂറോൺസ് പുതിയ ചാനലുകൾ വെട്ടിപ്പിടിക്കുക, പുതിയ പാത്വേസ് വെട്ടിപ്പിടിക്കുക. അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത്. എസ്പെഷ്യലി സംഗീതം പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഗുണകരമാണെന്നുള്ളത് അറിയാം. അതിന് ഏത് ഏജ് ഒന്നും ഒരു പ്രയാസമല്ല, ഒരു തടസ്സം എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് പഠിക്കുന്നു, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നു. പ്ലേയിങ് മ്യൂസിക് ഈസ് ലൈക്ക് എ മെഗാ വൈറ്റമിൻ. ഒരു മെഗാ വൈറ്റമിൻ എന്നാണ് പറയുക. അത് എന്താണ് അങ്ങനെ പറയുന്നത്? എൻഗേജ് മോർ ഏരിയാസ് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ ദാൻ എനി അതർ ആക്ടിവിറ്റി. മറ്റേത് ആക്ടിവിറ്റി ചെയ്യുന്നതിനേക്കാളും നമ്മുടെ തലച്ചോറിലെ ഏരിയാസ്, വിവിധ ഏരിയാസ്, ഓരോരോ മനുഷ്യൻ്റെ എല്ലാത്തിൻ്റെ അതിനെ സംഗീതം ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ഈസ് കോൾഡ് എ മെഗാ വൈറ്റമിൻ. മ്യൂസിക്സ് എബിലിറ്റി ടു ഹെൽപ്പ് us shift തോട്ട്സ് പാറ്റേൺസ്. നമ്മുടെ ചിന്താ പാറ്റേൺസും മൂഡുകളും മാറ്റാനായിട്ട് സംഗീതത്തിന് കഴിയുന്നത്. അതാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. കുറയ്ക്കുവാനായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ, നമ്മുടെ സാധാരണ മനുഷ്യരുടെയൊക്കെ ഒരു ചിന്ത, നമ്മൾ ഇൻക്ലൈൻ ടു നെഗറ്റീവിനോടാണ് നമുക്ക് ഇൻക്ലൈൻ ആയിട്ടുള്ളത്. പേടി, അതുപോലെ തന്നെ ആൻസൈറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും മനുഷ്യ മനസ്സ് സഞ്ചരിക്കുക എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മളുടെ എവല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ആൻസസ്റ്റേഴ്സ് പ്രകൃതിയിൽ ഇണങ്ങിയാണ് ജീവിച്ചത് അല്ലെ, പ്രകൃതിയോട് പടവെട്ടിയാണ് ജീവിച്ചത്. പ്രകൃതി വന്യമൃഗങ്ങളോട് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളോട് ആ ഒരു പേടിയും അല്ലെങ്കിൽ പിന്മാറാനുള്ള ടെൻഡൻസി, ഒന്നും ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസി ഒക്കെയാണ് മനുഷ്യന് സ്വതവേ ഉള്ളതെന്ന് പറയുന്നത്. പക്ഷെ നമുക്കതിനെ ഓവർകം ചെയ്യാം.
ഓവർകം ചെയ്യണമെങ്കിൽ പോസിറ്റിവിറ്റിയെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ ആ പോസിറ്റിവിറ്റിയുടെ പൊട്ടൻഷ്യൽ കുറയ്ക്കുക, കൂട്ടുക. എന്നാൽ അതിനെ നമുക്ക് വലുതാക്കി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ചലഞ്ചിങ് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് പോസിറ്റിവിറ്റിയുടെ. അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഒരു മടി തോന്നുകയോ എന്നൊക്കെ പറയുന്നത് ഒരു കുറ്റമല്ല, അത് മനുഷ്യ സഹജമാണ് അല്ലെ. പ്രകൃതിയിൽ അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഒരു ജീവജാലങ്ങൾ എന്നുള്ള നിലയ്ക്ക് മനുഷ്യൻ്റെ ഒരു മൃഗമാണല്ലോ അല്ലെ, ഒരു ബീയിങ് ആണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്താണ് ഇത്രയും വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റി നമ്മളെ വേട്ടയാടുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയൊക്കെ കീഴ്പ്പെടുത്തണം. മന്ത്ര പ്രോഗ്രാം വിത്ത് മ്യൂസിക്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു മന്ത്രവും ഒരു പോളിസിയും ഒരു നയവും ഒരു ചിന്തയും ഒരു ക്ലാരിറ്റി ഓഫ് തോട്ടും അല്ലേ, അതിനെ സംഗീതത്തിന്റെ രൂപത്തിലാക്കിയ നമുക്കറിയാം. ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ അത് മന്ത്രാസ് അതൊക്കെ സംഗീതത്തിന്റെ ഒരു ശൈലിയിലാണ്, സംഗീതാത്മകമായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ചിന്തകളെയും അതിനെ ചില മന്ത്രങ്ങൾ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെയുള്ള മ്യൂസിക് പ്രോഗ്രാം, അല്ലെങ്കിൽ അതിനെ നമ്മൾ മ്യൂസിക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അത് നമ്മളെ നയിക്കും. നല്ല ചിന്തകൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ്സിൽ നിന്നും മാറി നിൽക്കും. ആൻസൈറ്റി വരുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് അല്ലെ, ആൻസൈറ്റി വരുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് വരും. ഭയം വരുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് വരും. നെഗറ്റീവ് ടെൻഡൻസികളൊക്കെ അതിനെയൊക്കെ ഓവർകം ചെയ്യുവാനായിട്ട് സംഗീതത്തിനോടൊപ്പം സഞ്ചരിക്കുന്നതുകൊണ്ട് സാധിക്കും എന്നാണ് പറയുക. ദിസ് ഈസ് ദ റീസൺ ഫോർ റിപ്പീറ്റിംഗ് പോസിറ്റീവ് അഫർമേഷൻസ്. നമ്മുടെ നേച്ചർ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഇൻക്ലൈൻഡ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ മന്ത്രാസ് ഇൻ ദ ഫോം ഓഫ് പോസിറ്റീവ് അഫർമേഷൻസ്. പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞാൽ നമുക്കറിയാം, പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ പറ്റുന്ന വാക്കുകളോ സെന്റൻസുകളോ ആവർത്തിച്ച് പറയും, നമ്മളോട് തന്നെ പറയും അല്ലെ, ആവർത്തിച്ച് പറയുന്ന പോസിറ്റീവ് അഫർമേഷൻസ്. അതിനെയൊക്കെ നമുക്കൊരു സംഗീതാത്മകമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാം. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്ത് സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് തരും. Adding music or melody to those positive thoughts engage more areas of the brain and can help us overcome. ഈ പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് അഫർമേഷൻസ്, ഈ മന്ത്രാസ് ഇതിനോടെല്ലാം സംഗീതം ആഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ തലച്ചോറിലെ ബ്രെയിനിലെ കൂടുതൽ ഏരിയാസിനെ എൻഗേജ് ചെയ്യുന്നു. അത് ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ക്യാൻ ഹെൽപ്പ് അസ്. അത് നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇമോഷൻ ഇൻ മൂവ് വിത്ത് മ്യൂസിക്. എങ്ങനെയാണ് മ്യൂസിക്കിനോടൊപ്പം മൂവ് ചെയ്യുക? നമുക്ക് ഡെയിലി എക്സസൈസ് ഉണ്ടെന്ന്. ആ എക്സസൈസ് ചെയ്യുമ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടും സന്തോഷത്തോടെയും ഒക്കെ ആ എൻഗേജ്മെന്റിൽ നമ്മൾ അറിയാതെ തന്നെ ബോറടിക്കാതെ അല്ലെങ്കിൽ ക്ഷീണം തോന്നാതെ അത് ഇൻവോൾവ് ചെയ്യാം. അതുപോലെ തന്നെ മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ രാവിലെയുള്ള ഓട്ടം, യോഗ, സ്ട്രെച്ചിങ് എക്സസൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മ്യൂസിക് ഉണ്ടായിരുന്നാൽ അത് വളരെ പ്രയോജനകരമാണ്. സാധാരണ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന ഡെയിലി ഓരോ ദിവസത്തെ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ആർക്കെങ്കിലും പറയാം. സാധാരണ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലെത്തി യാത്ര ചെയ്യുമ്പോൾ
ട്രാഫിക് ഫ്ലോ അല്ലേ, ട്രാഫിക്. അവിടെ എന്താണ് നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നമുക്കൊന്നും ചെയ്ത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഉള്ളിലേക്ക് തിരിയുക. അപ്പം നമ്മുടെ ഉള്ളിനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ. അപ്പോൾ വി ക്യാൻ ടേൺ ടു മ്യൂസിക് കേൾക്കാം. സാധാരണ സ്ട്രെസ് വരുന്നത് ബൈ സിറ്റിംഗ് ഇൻ ഗ്രിഡ് ലോ ട്രാഫിക് ആൻഡ് വറിയിങ് അബൌട്ട് ഞാൻ ഇനി എന്ത് ചെയ്യും, എപ്പോൾ എത്തും, എങ്ങനെ സമയത്തെത്തും, ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അതിനെ സ്ലോവർ ചെയ്യാം. ആ ടെൻഷനെ സ്ലോവർ ചെയ്യാൻ, സ്ട്രെസ്സിനെ സ്ലോവർ ചെയ്യാൻ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാം. അപ്പോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പെടുമ്പോൾ that is the ideal place for practicing shifting our mood through music. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് ഷിഫ്റ്റ് ചെയ്യാൻ സംഗീതം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഐഡിയലാണ് ഇതിന് മ്യൂസിക് ഉപയോഗിച്ച് നമ്മുടെ ചിന്തയെ മൂഡിനെ സ്ട്രെസ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഒരു കളക്ഷൻ ഓഫ് മ്യൂസിക്, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളുടെ കളക്ഷൻ എപ്പോഴും ഉണ്ട്. അത് ഡീസ്ട്രെസ്, റിലീസ് ടെൻഷൻ ഓർ ലിഫ്റ്റ് അവർ സ്പിരിറ്റ്സ്, അങ്ങനെയുള്ള പാട്ടുകളായി നമുക്ക് സ്ട്രെസ് തരുന്ന പാട്ടുകൾ പാടില്ല, ശാന്തമായ പാട്ടുകൾ, റിലീസ് ടെൻഷൻ ഉണ്ടാക്കുന്ന പാട്ടുകളുണ്ട്. ചില തട്ടുപൊളി പാട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടെൻഷൻ അറിയാതെ വരും അല്ലേ, നമ്മുടെ സ്പിരിറ്റ് ഉയർത്തുന്ന പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യും. അത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുകയും. വർക്ക് പ്ലേസിൽ മ്യൂസിക്കിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. വർക്ക് പലപ്പോഴും പലർക്കും, എല്ലാവർക്കും ആയിരിക്കണമെന്നില്ല, ചാലഞ്ചിങ് ആണ്. പലരുമായിട്ട് ഇടപെടുക, അല്ലെ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട കാര്യങ്ങൾ, അതിനൊക്കെ ചാലഞ്ചസ് വരും. വർക്ക് എൻവയോൺമെന്റ്, അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ നമുക്ക് ചാലഞ്ച് ചെയ്യും വരും. സാധാരണ അവിടെയും സംഗീതം ഒരു സന്തത സഹചാരിയായിട്ട് അതൊക്കെ ആ അവസരം, ആ ടെൻഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ജീവിതത്തെ മാറ്റാൻ പറ്റും അല്ലേ, ടെൻഷനില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പാട്ടുകളായിരിക്കും. അപ്പോൾ അവിടെ ഒരു കൺസൈൻസ് ഉണ്ടാകുക, ഒരു തമ്മിലൊരു ധാരണ ഉണ്ടാകുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ വയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമുള്ള പാട്ടുകളാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പാട്ടുകൾ ഹെഡ്സെറ്റിലോ ഒക്കെ കേൾക്കും. അല്ല, കോമൺ ആയിട്ടുള്ളത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന പാട്ടുകളായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകളായിരിക്കും എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും സ്ട്രെസ് ഉണ്ടാവുക അല്ലേ. ഓക്കെ, ഇഷ്ടമുള്ള പാട്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പലർക്കും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പാട്ടാണ്, ഓരോരുത്തരുടെ ഇഷ്ടം വ്യത്യാസം. അത് നമുക്കറിയാം, ഓരോ വ്യക്തിയും യുണീക്ക് ആണെന്നുള്ളത് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ മ്യൂസിക്കിന്റെ കാര്യത്തിൽ വരിക. ഷെയറിങ് മ്യൂസിക് പ്രിഫറൻസ്, പല ഇഷ്ടങ്ങൾ, പാട്ടുകളുടെ ഇഷ്ടങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ അവതരിപ്പിക്കുമ്പോൾ, പാട്ടുകളെ സംബന്ധിച്ച് പറയുകയാണ്, അവതരിപ്പിക്കുമ്പോൾ അവിടെ പ്രത്യേക ഒരു അംഗീകാരം കിട്ടുകയാണ്, ഒരു പോസിറ്റീവ് വൈബ് കിട്ടുകയാണ്, മനസ്സിന് റിലാക്സേഷൻ കിട്ടുകയാണ്. ഇങ്ങനെയാണ് പാട്ട് സംഗീതം കേൾക്കുന്നത് സാധാരണ കേൾക്കാം. അതുപോലെ തന്നെ അതിനുവേണ്ടി മാത്രം ആക്റ്റീവ് ലിസണിങ് കൊണ്ടും സംഗീതം അത് നമ്മുടെ സ്ട്രെസ്സിനെ വളരെയധികം കുറയ്ക്കുന്ന കാര്യമാണ്. ഗെറ്റിംഗ് ഇൻ സിങ്ക്, യുണൈറ്റ് വിത്ത് മ്യൂസിക്, നമ്മളുടെ ഇഷ്ടമുള്ള പാട്ടാകുമ്പോഴത്തേക്കും നമ്മൾ അതിനോട് ഇണങ്ങിച്ചേരുമല്ലോ. നമ്മുടെ ഇഷ്ടമുള്ള ട്യൂൺ, ഇഷ്ടമുള്ള
ലിറിക്സ്, സംഗീതത്തിന്റെ ഏതായാലും ചില ചില മ്യൂസിക്കിന്റെ ചില ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. ഏതാണെന്നത് കണ്ടുപിടിച്ച് അതിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കും. ഡാൻസ് വിത്ത് മ്യൂസിക്. ഡാൻസിങ് ആൻഡ് എസ്പെഷ്യലി ഡാൻസിങ് ടു മ്യൂസിക്. വെറുതെ ഡാൻസ് ചെയ്യാൻ, മ്യൂസിക്കിനോടൊപ്പം ഡാൻസ് ചെയ്യുക ഈസ് ആൻ ഇൻക്രെഡിബിൾ വേ ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ലാൻഡ് യു ഇൻ എ ബെറ്റർ മൂഡ്. ഏറ്റവും നല്ലൊരു കാര്യമാണ്, ഒരു ആക്ടിവിറ്റിയാണ് ഡാൻസിങ് ടു മ്യൂസിക്. സംഗീതത്തിനനുസരിച്ച് ചെയ്യുക. അത് എന്തെല്ലാം ഗുണങ്ങളാണ്, പല ഗുണങ്ങളാണ് ഡാൻസിങ് ടു മ്യൂസിക് കൊണ്ടുള്ള ഗുണങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് പറയാമോ? ഒന്ന്, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നു അല്ലേ, പാട്ടിലും അതുപോലെ തന്നെ അതനുസരിച്ച് ഡാൻസ് ചെയ്യുന്നത്. ഡാൻസ് ചെയ്യുമ്പോൾ പിന്നെ വേറെ വെറുതെ പാട്ട് കേൾക്കുന്നതിനേക്കാളും അഡീഷണൽ ആയിട്ടൊരു ഗുണമുണ്ടല്ലോ. അതെന്താണ്? ഡാൻസ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? ഫിസിക്കൽ എക്സസൈസ്. നമ്മുടെ ബോഡി മൂവ് ചെയ്യാൻ, ബോഡി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കൽ എക്സസൈസ് കൂടി സംഗീതത്തോടൊപ്പം ഡാൻസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ അതൊരു രസമല്ലേ, ഒരു അച്ചീവ്മെന്റ് അല്ലേ, ഒരു സന്തോഷം തരുന്ന കാര്യമല്ലേ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ പല കാര്യങ്ങളാണ്. ഫിസിക്കൽ എക്സസൈസ്, ആക്റ്റീവ് ലിസണിങ്, കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ഫൺ, രസം. Simply add a few cool moves to your 5-minute tune-up dance around your home. എവിടെ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ സ്വാതന്ത്ര്യമുള്ളടത്ത് ഡാൻസ് ചെയ്യാൻ, പാർട്ട്ണറോടൊപ്പം ഡാൻസ് ചെയ്യാൻ, അതുപോലെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം താമസിക്കുന്നവർക്കാണെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ഡാൻസ് ചെയ്യാൻ. അങ്ങനെ ഏതവസരവും പാട്ട് പാടുന്നതിനും പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യുന്നതിനും നമ്മൾ തയ്യാറാകുമ്പോൾ ടെൻഷനൊക്കെ അപകടം. ഏറ്റവും പ്രധാനം ഇവിടെ വേണ്ടത് നമുക്കൊരു പ്ലേലിസ്റ്റാണ്. എപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുള്ള കാര്യമാണ് പ്ലേലിസ്റ്റ്. നമ്മുടെ ഇഷ്ട ഗാനങ്ങളുടെ ലിസ്റ്റ് എപ്പോഴും ഏത് സന്ദർഭത്തിലും ഉപയോഗിക്കാൻ ആവുന്ന തരത്തിൽ ഉണ്ടായിരുന്നത് വളരെ നല്ലതാണ്. അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ സംഗീതത്തോടൊപ്പം ഉണരുക. അതിനുവേണ്ട സെറ്റിങ്സ് നമ്മൾ തന്നെ ചെയ്യുക. ഓക്കെ. പിന്നെ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനിവിടെ എടുത്ത് പറയുന്നില്ല. മെഡിറ്റേഷൻ ആവാം, ബ്രീത്തിങ് എക്സസൈസ് ആകാം, അതെല്ലാം ഇതിനോടൊപ്പം ആകാം. അങ്ങനെ രാവിലെ ഉണരുന്നത് മുതൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനോടൊപ്പം എല്ലാം സംഗീതം സഞ്ചരിക്കട്ടെ. അതുപോലെ തന്നെ ഉറങ്ങാൻ നേരം നല്ലൊരു ശാന്ത സംഗീതം കേട്ടുകൊണ്ട് തന്നെ ഉറങ്ങട്ടെ. താങ്ക് യു. ഇതാണ് വോക്കിംഗ് വിത്ത് മ്യൂസിക്. സ്ട്രെസ് കുറയ്ക്കാനുള്ള ഏതാനും ടിപ്സുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതൊക്കെയാണ്. എങ്കിലും ഇത് ആവർത്തിച്ച് പറയുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യത്തിലേക്ക് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാണ്. പലപ്പോഴും പാട്ടോ എന്നൊക്കെ പറഞ്ഞ് എനിക്കതൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മാറുന്ന പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് വന്നു കഴിയുമ്പോൾ മാറത്തില്ല. ഒരു ഉദാഹരണം തന്നെ നമ്മുടെ സാബു സാറ് തന്നെയാണ്. നല്ലൊരു ഗായകനായി ലിറിക്സ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഭംഗിയായിട്ട് കൈകാര്യം. ഇന്ന് നമുക്ക് എസ് ജാനകിയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കും. എസ് ജാനകി നമ്മുടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ മലയാളി അല്ലാത്ത ഒരു ഗായികയാണ്. നമുക്കറിയാം യേശുദാസിനോട് പാട്ടിൻ്റെ എണ്ണത്തിൽ വളരെയധികം പാട്ടുകൾ, യേശുദാസിനോടൊപ്പം ഒപ്പത്തില്ല എങ്കിലും അതിനടുത്തൊക്കെ വരത്തക്ക രീതിയിൽ പാട്ടുകളുണ്ട് ഇഷ്ടം. ആ പാട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ആദ്യം എസ് ജാനകിയുടെ ജന്മദിനമായിരുന്നു ഈ മാസം. അതുകൊണ്ടാണ് എസ് ജാനകിയെ ബഹുമാനിക്കാൻ
ഓർമ്മിക്കാനും അവരോടുള്ള നന്ദി പ്രകടിപ്പിക്കാനും സന്തോഷം പ്രകടിപ്പിക്കാനുമാണ് ഈ ഒരു അവസരം നമ്മൾ എസ് ജാനകിയെക്കുറിച്ച് സംസാരിക്കുകയും എസ് ജാനകി അമ്മയുടെ പാട്ടുകൾ പാടുകയും ചെയ്യുന്നത്. താങ്ക് യു. ഓവർ ടു സാബ്. താങ്ക് യു സാർ. തീർച്ചയായും മ്യൂസിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രാധാന്യത്തെ കുറിച്ചാണ് സാർ പറഞ്ഞത്. അത് എത്രമാത്രം നമ്മളെ സ്ട്രെസ്സിനെ റിലീവ് ചെയ്യും, സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെ നമ്മളെ സ്വതസിദ്ധമായ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരും ഒക്കെ സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഇന്ന് ഈ ആഴ്ചയിൽ എസ് ജാനകി എന്ന് പറയുന്ന വളരെ പ്രശസ്തയായ ഭാരതത്തിലെ ചലച്ചിത്ര പിന്നണി ഗായികയുടെ ഓർമ്മയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് എസ് ജാനകിയെ കുറിച്ചും നമ്മളൊന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ എസ് ജാനകിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ട് ചില പാട്ടുകൾ കൂടി പാടാൻ നമ്മൾ ശ്രമിക്കുകയും കൂടെ ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പിന്നണി ഗായകരിൽ ഒരാളാണ് എസ് ജാനകി. പ്രധാനമായിട്ടും തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ബംഗാളി, തുളു, ഗുജറാത്തി, പഞ്ചാബി, കൊങ്ങിണി, സിന്ധി, ആസാമീസ് ഇങ്ങനെ 17 ഭാഷകളിൽ സോളോ ഗാനങ്ങൾ, അതുപോലെ ഡ്യുവറ്റ് ഗാനങ്ങളൊക്കെ. എസ് ജാനകിയുടെ പാട്ടിന്റെ ഒരു പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചറിയാം. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പാടാൻ സാധിക്കുന്ന വളരെ സ്ലോ ആയിട്ടുള്ള പാട്ടുകൾ. സാറിന്ന് പറഞ്ഞ മനസ്സിനെ ശാന്തമാക്കുന്ന പാട്ടുകളുടെ ആ ഒരു ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും എസ് ജാനകിയുടെ പാട്ടുകളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് എനിക്ക് പ്രത്യേകത. അത്രമാത്രം നമുക്കതിനെ ആസ്വദിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ ഉറക്കത്തിൻ്റെയൊക്കെ ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ പാട്ടുകളാണ് എസ് ജാനകിയുടെ എല്ലാ പാട്ടുകളും തന്നെ. ഏകദേശം 17 ഭാഷകളിൽ സോളോ ഗാനങ്ങൾ, അതുപോലെ തന്നെ യുഗ്മഗാനങ്ങളും പാടിയിട്ടുണ്ട്. ഏകദേശം 48,000-ത്തിലധികം, എനിക്ക് തോന്നുന്നു 50,000-ത്തിലധികം അല്ലെങ്കിൽ 48,000-ത്തിലധികം പാട്ടുകൾ ആലപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇംഗ്ലീഷില്, അറബിയില്, ജർമ്മൻ, അതുപോലെ തന്നെ ശ്രീലങ്കയിലെ സിംഹള ഭാഷയിലൊക്കെ പാടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയത് ഏത് ഭാഷയിലാണെന്നൊന്ന് പറയാം ആർക്കെങ്കിലും? നന്മയിട്ട് പറയാമോ? ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയത് ഏത് ഭാഷയിലാണ്? മലയാളം. മലയാളം രണ്ടാമത്തെ ഭാഗമാണ്, രണ്ടാമത്തെ ഭാഷയാണ്. തമിഴാണോ സാറേ? തമിഴാണോ? കന്നഡയാണ്. കന്നഡയാണോ? കന്നഡ. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. 1957 വിധിയിൽ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ തുടങ്ങി ഔദ്യോഗിക ജീവിതം ഏകദേശം 60 വർഷക്കാലം പിന്നിട്ടു. അത്രമാത്രം എനിക്ക് യേശുദാസിനോടൊപ്പം ചേർത്ത് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ജാനകിയെ നമുക്ക് ആ രീതിയിൽ കാണാം. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജനിച്ചത്. 3-ാമത്തെ വയസ്സിൽ സംഗീതം അഭ്യസിച്ചു. 10-ാം വയസ്സിൽ പൈതിസ്വാമി എന്ന് പറയുന്ന ശാസ്ത്രീയ സംഗീതത്തിന് ഗുരുവിന്റെ കീഴിൽ പഠനം ആരംഭിച്ചു. അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സംഗീത വാസനയെ കൃത്യമായിട്ട് എത്തിച്ചത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സംഗീത പഠനത്തിനായി മദ്രാസിലേക്ക് പോയി. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാന മത്സരത്തിൽ 2-ാം സ്ഥാനം നേടിയോടി ജാനകി ശ്രദ്ധേയമായ ഒരു പാട്ടുകാരിയായിരുന്നു. AVM സ്റ്റുഡിയോ മദ്രാസിൽ തന്നെ അവിടെ ജോലി ലഭിച്ചു. അങ്ങനെ ആ ജൈത്രയാത്ര മുന്നോട്ട് പോകുന്നു എന്ന് വേണം. എസ് ജാനകി തന്നെ പറഞ്ഞ താൻ പാടിയ പാട്ടുകളിൽ ഏറ്റവും പ്രയാസമേറിയ പാട്ടെന്ന് പറഞ്ഞ കന്നഡ ചലച്ചിത്രമായ ഹേമവതിയിലെ ശിവ ശിവ എന്നതാകിലെ എന്ന് പറയുന്ന പാട്ടാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനേകം പുരസ്കാരങ്ങൾ, മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണയാണ് എസ് ജാനകി കിട്ടിയത്. 1976 14 വയതിൽ എന്ന തമിഴ് സിനിമയിലെ സിന്ദൂരപ്പൂവെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ആദ്യ ദേശീയ പുരസ്കാരം. അതിനുശേഷം 1980 മലയാള ചലച്ചിത്രം ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് പറയുന്ന പാട്ടിനും,
അതിനുശേഷം 1984 തെലുങ്ക് ചിത്രമായ സിത്താരയിലെ ഗോദാവരി ആനന്ദം എന്ന് പറയുന്ന ഒന്നല്ലോ ഗോദാവരി ആനന്ദം. അതിനുശേഷം 92 തമിഴ് ചിത്രമായ തേവർ മകനിലെ ഇഞ്ചി ഇടപ്പഴക എന്ന് പറയുന്ന ഗാനത്തിന് ദേശീയ അവാർഡ് ലഭിച്ചു. പിന്നണി ഗായിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് 14 തവണയാണ്. അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരിന്റെ 7 തവണ, ആന്ധ്രാപ്രദേശിലെ 10 തവണ. അങ്ങനെ ഇത്രമാത്രം പ്രശസ്തയായി തമിഴ്നാട് സർക്കാരിന്റെ കലൈമണി പുരസ്കാരവും 1986, അതുപോലെ സൂർ സിംഗർ അവാർഡ് 1987, കേരളത്തിൽ നിന്നും സിനിമ ആർക്കൈവ് അവാർഡ് 2002, സ്പെഷ്യൽ ജൂറി സ്വരലയ യേശുദാസ് അവാർഡ് 2005. ഇതെല്ലാത്തിനും ഉപരിയായി 2013 പത്മഭൂഷണം ലഭിച്ചു. പ്രധാനപ്പെട്ട മലയാളം പാട്ടുകൾ നമുക്ക് പാടാനുള്ളതാണ്. തളിരിട്ട കിനാക്കൾ എന്ന് പറയുന്ന സിനിമയില്, അതുപോലെ തന്നെ വാസന്ത പഞ്ചമി നാളിൽ ഭാർഗവി നിലയം, കാട്ടുതുളസിയിലെ, അതുപോലെ കടത്തുകാരിലെ അന്വേഷിച്ചു കണ്ട, ഇങ്ങനെ അനേകം പാട്ടുകൾ, സിനിമകളിലൂടെ അനേകം പാട്ടുകൾ പാടി നമ്മുടെ സത്യത്തിൽ മ്യൂസിക് തെറാപ്പിയിലൂടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. പാട്ടിന് അപ്പുറത്തായിട്ട് ഗായിക നില നിറഞ്ഞിരുന്ന പുറമെ ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്, തെലുങ്ക് ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. കുടുംബപരമായി പറയുമ്പോൾ ഇതിന്റെ ഭർത്താവ് പരേതനായ വി രാമപ്രസാദാണ്. പ്രധാന മരണശേഷം ജാനകി സജീവമല്ലാതായി കൂടുതൽ സമയം പ്രാർത്ഥനകൾക്കായി ചെലവിടുകയും ഭക്തിഗാന കാസറ്റുകൾ കൂടി പാടുകയും ചെയ്തു. ഒരു മകൻ മുരളീകൃഷ്ണയും മരുമകൾ ഉമയുമാണ് കുടുംബത്തിലുള്ളത്. ഏകദേശം ഇങ്ങനെയൊക്കെയാണ് എസ് ജാനകിയെ കുറിച്ച് നമുക്ക് ഓർക്കാനുള്ളത്. ഇതെല്ലാം പറയുമ്പോഴും പാട്ടുകൾ കേൾക്കുമ്പോൾ എസ് ജാനകിയുടെ പ്രത്യേക ഒരു സ്വരം, പ്രത്യേകിച്ച് പെനട്രേറ്റ് ചെയ്യുന്ന ഒരു സ്വരം, ഷാർപ്പായിട്ടുള്ള ഒരു, സ്ത്രീകളുടെ സ്വരം അങ്ങനെയാണെങ്കിലും അതിനൊരു പ്രത്യേകതയുണ്ട് എസ് ജാനകിയുടെ പാട്ടിന്. നല്ല ആഴത്തിൽ ഡെപ്തുള്ള, നല്ല പെനട്രേറ്റിംഗ് ആയിട്ടുള്ള മധുരമായ ഒരു സ്വരം. ഇതാണ് എസ് ജാനകിയെ കുറിച്ചിട്ടുള്ള ഒരു മിനിമം വിവരണം. ഓക്കെ, എസ് ജാനകിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായി പറയാനുണ്ടെങ്കിൽ പറയാം. അതിനുശേഷം എസ് ജാനകിയുടെ പാട്ടുകളിലേക്ക്. മനസ്സിൽ എസ് ജാനകിയുടെ പാട്ട് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു സന്തോഷം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴൊന്ന് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജോസഫ് സാർ പറയും. ജാനകിയമ്മ നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു ഗായികയാണ് അല്ലേ. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടും എന്ത് വിനയത്തോടെയാണ്, ലാളിത്യത്തോടെയാണ് പെരുമാറുകയും ജീവിക്കുകയും ചെയ്യുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ഡൗൺ ടു എർത്ത് നേട്ടങ്ങൾ എത്രയാണ്. അപ്പൊ ഞാൻ സാബു സാർ പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും അന്യഭാഷകളിലെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ അതിലും ഞാൻ കണ്ടതിലും എത്ര വലുതാണ് എസ് ജാനകി അമ്മ എന്നുള്ളത് ഇപ്പൊ എനിക്ക് ബോധ്യമാകും. വളരെയധികം പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ സംഗീത യാത്രയിൽ. ജാനകി അമ്മ അവരെ അലട്ടിയിരുന്ന ആസ്മ രോഗത്തിൽ, ശ്വാസതടസ്സമൊക്കെ ഉള്ള ആളാണ്. പലപ്പോഴും തീരെ വയ്യാതെ ആരാധകരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്റ്റേജിലുമൊക്കെ പോയ കഥകൾ ജാനകിയമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ മുഷിപ്പിക്കാതെ ഒട്ടും വയ്യെങ്കിലും 2 ഡോക്ടർമാരുടെ സഹായത്തോടു കൂടിയാണ് ബോംബെയിൽ ഒരു പരിപാടിയിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ ചെന്ന് ഒന്ന് വിഷ് ചെയ്ത് പോരാൻ വേണ്ടി മദ്രാസിൽ നിന്ന് പോയ ഒരു കഥ പറയുന്നത്. പണ്ടൊക്കെ ഈ പാട്ട് ഒറ്റ സ്ട്രെച്ചിൽ പാടും. പല പാട്ടുകളും അങ്ങനെ പാടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ജാനകിയമ്മ വയ്യാതിരുന്നപ്പോൾ പോയി അതൊക്കെ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതത്തോടു കൂടി ഓർക്കേണ്ട കാര്യമാണ്. സന്തോഷത്തോടു കൂടി ഒരു ബഹുമാനത്തോടു കൂടി ഓർക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പാടാനായിട്ട് നിൽക്കുമ്പോൾ അത് മറന്നു പോകും എന്നാണ് ജാനകി. അപ്പോൾ അതാണ് പാട്ടിൻ്റെ ഒരു മാസ്മരിക ശക്തി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മ്യൂസിക് തെറാപ്പിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ടും കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടും ഇവരുടെയൊക്കെ ജീവിതത്തിലൂടെയും ഇവരുടെയൊക്കെ പാട്ടിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ജാനകി അമ്മയുടെ പാട്ടുകളിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ള സമയം. ധാരാളം പാട്ടുകളാണ്. ഞാനിന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അപ്പോഴാണ് ഞാൻ കണ്ണു തള്ളിപ്പോയത്. ഇത്രയും പാട്ടുകൾ സെലക്ട് ചെയ്യാൻ മാറ്റി നിർത്താൻ പറ്റുന്നില്ല. പാട്ടുകൾ മാറ്റി നിർത്താൻ പറ്റാത്ത പാട്ടുകളുടെ എണ്ണമാണ് അധികം. അതുകൊണ്ട് നമുക്ക് തുടങ്ങാമല്ലേ? ഒരു തളിരിട്ടക്കിന് പാട്ട്. ഞാനൊരു യാത്ര കഴിഞ്ഞാൽ വന്നതേ ഉള്ളൂ, അതാണ് ഒരു 5 മിനിറ്റ് വൈകിയത്. എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. പാട്ടുകൾ നിങ്ങൾ എല്ലാവരും ഉത്സാഹിച്ച് പാടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആരാണ് തുടങ്ങി വെക്കുക? എസ് ജാനകി അമ്മയെ ആദ്യമായിട്ട് പാടി എന്താ പറയുന്നത്, നമുക്ക് ബഹുമാനം അല്ലെ, സന്തോഷം, ബഹുമാനം സ്നേഹം ആരാണ്? സ്നേഹം കളിക്കുക. ഓക്കെ. പേരെന്ന് പറയണേ ശ്രീദേവി അല്ലെ? ശ്രീകുമാരി. ശ്രീകുമാരി പഠിക്കും. ഉഷാകുമാരി. ഉഷാകുമാരിയാണ് പാടുന്നത്. ഓക്കെ. കിനാക്കൾ തൻ താമരമാലവാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലരിനിയാക്കു വേണ്ടി. മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയാർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമരമാലവാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, എന്റെ വിരുന്നുകാരൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അങ്ങനെ ജാനകി അമ്മയുടെ വളരെ പ്രശസ്തമായ പാട്ട് പാടി നമ്മൾ ഗാനാലാപനം തുടങ്ങിയിരിക്കുകയാണ്. ബാബുരാജാണ് സംഗീത സംവിധാനം. ഭാസ്കരൻ മാഷുടെ രചന. മൂടുപടം എന്ന സിനിമയിലായിരുന്നു ഈ പാട്ട്. തളിരിട്ടക്കിനകത്ത് അടുത്ത പാട്ട്. ഏറ്റവും കൂടുതൽ ബാബുരാജ് എഴുതിയ പാട്ടുകളാണെന്ന് തോന്നുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ ബാബുരാജ് സംഗീത സംവിധാനം ചെയ്തത്. ബാബുരാജും പി ഭാസ്കരനും എസ് ജാനകിയും കൂടെയുള്ള കോമ്പിനേഷൻസ് ആണ് അധികം. അടുത്ത പാട്ട് അഞ്ജന കണ്ണ് എഴുതി. ഞാൻ പാടാം. അഞ്ജന കണ്ണ്. ഓക്കെ. ശ്രീകുമാരി. അതെ, ശ്രീകുമാരി. സാറെ പാട്ട് ഇട്ടു. കാണാം. അത് തുടക്കം മുതലിടണേ. ശരി, ഒന്ന് ചെറുതായി കാണും. അയ്യോ ഇനി വെള്ളാക്കണോ നോക്കട്ടെ. അത് വേണ്ട, അത് വേണമെന്നില്ല. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. മണവാളനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല
കോർത്തിരുന്നു. മുടിമേലെ കെട്ടിവെച്ചു തൊളുനാടൻ പട്ടുടുത്തു. മുക്കുറ്റി ചാന്തം തൊട്ട് ഞാനിരുന്നു. കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണമണി ദീപം കൊളുത്തിവെച്ചു. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. ഓക്കെ, താങ്ക് യു. തച്ചോളി അവതരൻ എന്നുള്ള സിനിമയിലെയാണ് ഇത്. നമുക്കൊരു വടക്കൻ പാട്ടിന്റെ ഒരു ശീലം അല്ലേ? തച്ചോളി അവതരൻ വടക്കൻ കഥയാണല്ലോ, അതിന്റെ ഒരു ശീലമുള്ള പാട്ടാണ്. വളരെ മനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നത്. ശ്രീകുമാരി മാഡം അത് ഭംഗിയായിട്ട് തന്നെ ആലപിച്ചു. താങ്ക് യു. അടുത്ത പാട്ടിലേക്ക് പോവാം. വാസന്ത പഞ്ചമി നാൾ. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും പാടാൻ കേട്ടോ. അതെ അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെ എന്നുവെച്ചാൽ എസ് ജാനകിയുടെ വളരെ സ്ലോ ആയിട്ട് പാടാം. പാടിക്കോളൂ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, മിഴിവാതിലിൽ മിഴിയും നട്ട് കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു. ഓക്കെ ഓക്കെ, ഇതും ബാബുരാജിന്റെ സംഗീതമാണ്. ഭാസ്കരൻ മാഷ് രചന, എസ് ജാനകി പഹാടി രാഗത്തിൽ ആരംഭിച്ചത്. ചിത്രവേദസാര ഭാർഗവി നിലയം. ഭാർഗവി ശ്രമിച്ചു നോക്കാം. പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു. ഇത് ഞാൻ പാടാം. ഓക്കെ, പാടിയോ? പാടി നോക്കട്ടെ. പൊട്ടിത്തകർന്ന കിനാവു കൊണ്ടൊരു പട്ടുനൂലൂഞ്ഞാല കെട്ടി ഞാൻ, പട്ടുനൂലൂഞ്ഞാല കെട്ടി ഞാൻ. പൊട്ടിത്തകർന്ന കിനാവു കൊണ്ടൊരു പട്ടുനൂലൂഞ്ഞാല കെട്ടി ഞാൻ, പട്ടുനൂലൂഞ്ഞാല കെട്ടി ഞാൻ. കാലക്കടലിന്റെ അക്കരെ അക്കരെ മരണത്തിൻ മൂകമാം താഴ്വരയിൽ, കാലക്കടലിന്റെ അക്കരെ അക്കരെ മരണത്തിൻ മൂകമാം താഴ്വരയിൽ, കണ്ണുനീർ കൊണ്ടു നനച്ചു വളർത്തിയ കൽക്കണ്ടമാവിൻ്റെ കൊമ്പത്ത്, കൽക്കണ്ടമാവിൻ്റെ കൊമ്പത്ത്. പൊട്ടിത്തകർന്ന കിനാവു കൊണ്ടൊരു പട്ടുനൂലൂഞ്ഞാല കെട്ടി ഞാൻ, പട്ടുനൂലൂഞ്ഞാല കെട്ടി ഞാൻ. താങ്ക് യു. താങ്ക് യു. നല്ല സ്ഫുടമായിട്ട് ശൈലിമാണ് പാടി, നല്ല നന്നായി. ജാനകിയമ്മയുടെ വളരെ പ്രശസ്തമായ, നമ്മളെ എന്താ പറയുക, സാഡ് മൂഡിലേക്ക് കൊണ്ടുപോകുന്നൊരു പാട്ടാണ് പൊട്ടിത്തകർന്ന കിനാവുണ്ട്. അതും ഈ പറഞ്ഞ എല്ലാം പൊട്ടിത്തകർന്നവരെ. പാടുന്നോട്ടെ.
പഠിക്കാം വേണു സാർ പഠിക്കും. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവ താരേ പ്രേമപൂജ പുഷ്പവുമായി നീ തേടുവ താരേ ആരേ ആരേ തേടുവ താരേ ആരേ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകവതറിയാതെ ദേവതാരുവിൻ തണലിലും താപസ കന്യക നീ താപസ കന്യക നീ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം സൂര്യകാന്തി വയലാറിന്റെ രചനയാണ്. MS ബാബുരാജാണ് വീണ്ടും സംഗീതം. കാട്ടുതുളസി എന്ന സിനിമയ്ക്ക് വേണ്ടി. താങ്ക് യു സാർ. നല്ല നന്നായിട്ട് പാടി, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ബാബുരാജാണ് കൂടുതൽ സംഗീതം കൊടുത്തത് തോന്നുന്നു. അതെ അതെ, ആ കാലഘട്ടത്തില്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ബാബുരാജിന്റെ മനോഹരമായ ഗാനങ്ങൾ, ലളിതമായ ഗാനങ്ങളാണ്. ലളിതവും. അതെ അതെ, ആർക്കും ഇത് പാടാവുന്ന. ഞാൻ പാടാം വേണമെങ്കിൽ. ഏതാ? ആരെങ്കിലും പാടിക്കോളൂ. ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നിതാ നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി നിന്നാഗ്രഹത്തിനെതിരായി ചെയ്തോരൻ കൊച്ചു പാപങ്ങൾ പോലും നിന്നാഗ്രഹത്തിനെതിരായി ചെയ്തോരൻ കൊച്ചു പാപങ്ങൾ പോലും എൻ കണ്ണുനീരിൽ കഴുകി മേലിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യാം. എൻ കണ്ണുനീരിൽ കഴുകി മേലിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യാം. ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നിതാ നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ജോബാണ്. സാറേ പറയൂ. നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഈ പാട്ട് എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് പാടുന്നത് നല്ലതാണ്. കാരണം നന്ദിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പാട്ട് അങ്ങോട്ട് പാടിക്കഴിയുമ്പോൾ നമ്മൾ അർപ്പിക്കാനുള്ളത് അർപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, ഇനി ഇങ്ങനെ ആകാം എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഒരു ദൈവവുമായി ഈശ്വരനുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിക്കുന്ന പോലാണ് ഈ പാട്ട്. ഒരു വണ്ടർഫുൾ പ്രയർ വർഗീസ് മാളിയേക്കൽ രചിച്ച പ്രാർത്ഥന. മിക്കവാറും വീടുകളിലൊക്കെ, ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ഇത് രാത്രിയിൽ പാടാറുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ പാടുമായിരുന്നു. അത് തുടർന്ന് പോകുന്നത് നല്ലത് തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇത് തൊമ്മന്റെ മക്കൾ എന്നൊരു സിനിമയിൽ ജോബ് മാഷിന്റെ സംഗീതമാണ് വർഗീസ് മാളിയേക്കൽ രചിച്ചു എസ് ജാനകി പാടി. നല്ലൊരു പ്രാർത്ഥന. താങ്ക് യു. നന്നായിട്ട് ഷേർലിമാണ് പാടുകയും ചെയ്തു. അടുത്തേക്ക് അടുത്ത പാട്ട് സ്വർണ്ണമുകിലേ. സ്വർണ്ണമുകിലേ ആരാ പാടുന്നത്? സ്വർണ്ണമുകിലേ ശരിക്കും അറിയില്ല സാറേ, കുറച്ച് പാടാം. സ്വപ്നം കാണാറുണ്ടോ
നീ സ്വപ്നം കാണാറുണ്ടോ? പാടിക്കോ രമാവതി. പാടിയ കുറച്ച് പ്രയാസമാണ്. അൺമ്യൂട്ട്. മ്യൂട്ടാണ്. സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ വർഷസന്ധ്യ വർഷസന്ധ്യ മാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്നെ പോലെ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയം സ്വപ്നം കാണാറുണ്ടോ താങ്ക് യു സർ ഓക്കെ, താങ്ക് യു. നന്നായിട്ട് പാടി. ജോൺസൺ മാസ്റ്ററുടെ സംഗീതമാണ് പ്രയാസമുള്ള പാട്ടാണ്. പി ഭാസ്കരൻ. ഇത് ഞങ്ങളുടെ കഥ അല്ലെ, സിനിമ. ഓക്കെ, അടുത്ത ഏറ്റവും എല്ലാവരും കൊച്ചുകാലത്ത് പാടിയിട്ടുള്ള പാട്ടാണ് ഓമനത്തിങ്കൾ കിടാവോ. ഞാൻ പാടട്ടെ ഇത്. പഠിക്കോ. ഓക്കെ. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂവോ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നീലാവോ പുത്തൻ പവിഴക്കോടിയോ ചെറു തത്തകൾ കൊഞ്ചും മൊഴിയോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും ഈലോ തുള്ളും ഈളമാൻ കിടാവോ ശോഭ കൊള്ളിന്നോരന്നക്കോടിയോ ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരിയേന്തും കിളിയോ. ഓക്കെ, താങ്ക് യു മാം. ജിത സുനിൽകുമാർ പാട്ട് പാടും. ഇത് നീലാംബരി രാഗത്തിലുള്ളതാണ്. വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് കേൾക്കാൻ കേട്ടോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തില് ഓർമ്മിപ്പിക്കുകയാണ്. നീലാംബരി രാഗം ാണ് രചിച്ചതെന്നറിയാമല്ലോ. ഓക്കെ, കുറച്ച് പേരുണ്ടല്ലോ. ഓമന മാം ഉണ്ട്, നന്ദകുമാർ സാറുണ്ട്, ജോർജ് സാറുണ്ട്, ശുദ്ധോദരൻ ഡോക്ടർ ഉണ്ട്, ഗുപ്തയുണ്ട്. ഒരു പാട്ട് പാടി. ഇതിലുള്ള ഏത് പാട്ടും പാടാം കേട്ടോ. ഇനി മുന്നോട്ട് പറഞ്ഞ ഏത് പാട്ടുകളും വേണമെങ്കിൽ പാടാം. തളിരിട്ട ഗിനാക്കൾ, അഞ്ജനക്കണ്ണെഴുതി, വാസന്ത പഞ്ചമി നാടിൽ. ആരാ പാടുന്നേ പറയൂ. വേറെ പാട്ടുകളില്ലേ?
അതുകൊണ്ട് ഞാൻ അത് പറയാം, ഇതുപോലെ ഈ ആ, പാട്ടെല്ലാം ആ. പാടാന്ന് പറയാം. സൂര്യകാന്തി. ഓക്കെ. അല്ല, പാടാത്തത് പാടട്ടെ. അത് തണുപ്പില്ല. ഒരു മറ്റെടുത്തോ? സ്വപ്നത്തിൽ നീ അത് അവിടെ വെക്കാതെ വീണ് പോകും പറ്റിയോ? ഓക്കെ. അടുത്ത അടുത്ത ഓമനത്തിങ്കൾ പാടിയതാണ്. സന്ധ്യ കണ്ണീരിനെന്തേ സന്ധ്യ. അതെ. സന്ധ്യ പാടണം സാറേ. പഠിക്കും. സന്ധ്യേ കണ്ണീരിനെന്തേ സന്ധ്യേ സ്നേഹമയി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയം പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. താങ്ക് യു. നല്ല നന്നായിട്ട് പാടി. ഇതൊക്കെ ശോകഗാനങ്ങളാണ് കൂടുതലും തോന്നില്ലേ ജാനകിയുടെ പാട്ടുകൾ. വട്ട് മനോഹരമായൊരു പാട്ട്. ഞാൻ പാടണോ? ഓമനമാടൻ പാട്ട്. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ഒരു നോക്കു കാണാൻ, ഒരു വാക്കു കേൾക്കാൻ, ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ജോസഫ് ജോൺ സാർ നോക്കുന്നോ? ഇല്ല, അടുത്ത സ്റ്റാൻഡ് കാണിച്ചേ. താങ്ക് യു സാർ. നന്നായിട്ട് പാടി കേട്ടോ ഓമനമാടൻ. പട്ടുപോലുള്ള പാദങ്ങളുണ്ട്. വരി കാണാതെ കൊണ്ടാണ്. കെട്ടിപ്പിടിച്ചൊന്നു മുറിവേറ്റു നീറും വിരിമാറിലെന്റെ വിരലിനാൽ തഴുകി വെണ്ണ പുരട്ടാൻ. സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നിട്ടുണ്ട്. മനോഹരമായ ഗാനം. നല്ല അർത്ഥമുണ്ട് അല്ലേ? നല്ല ഭാവനയുണ്ട്. ഭാസ്കര മാഷാണ്, MS ബാബുരാജാണ്. സാർ വേറൊരു പാട്ട് അൺമ്യൂട്ട് ചെയ്ത് പാടും. ആരാ പറഞ്ഞു? അൺമ്യൂട്ട് ചെയ്യണം.
സാറേ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്തോ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട് സാറ്. ഇംഗ്ലീഷിന്റെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന് പഠിച്ചല്ലേ ഏതാണ് സാർ ജസൂജൻ എന്തോ ഒരു അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്നുള്ള ഫിലിമിൽ ഒരു പാട്ട് പറഞ്ഞില്ലേ, അതേതായിരുന്നു? പാട്ടിന്റെ പേര് പറയും. പാട്ട് അറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല. അന്വേഷിച്ചു കണ്ടെത്തിയില്ല. അതിപ്പോ നമ്മൾ പറഞ്ഞതുപോലെ തോന്നുന്നു. ഇല്ല ഇല്ല ഇല്ല, അത് പാടിയിട്ടില്ല. ഇല്ലേ? ഈ പാട്ട് നമുക്ക് കണ്ടുപിടിക്കാം സാറേ. ഈ വീണ പൂവേ എന്നുള്ള ഒരു പാട്ടുണ്ട്. കിളിയെ കിളിയെ അങ്ങനെ കുറെ പാട്ടുണ്ട്. അതൊക്കെ എടുത്തുതരാം, ഞങ്ങളുടെ ഉണ്ട്. കിളിയെ കിളിയെ പഠിക്കൂ. കിളിയെ കിളിയെ മണിമണി മേഘത്തോപ്പിൽ മലമലമുള്ളാൻ പോകും അഴകിന്നഴകി. കുറച്ചുകൂടി വലുതാക്കി. അത് വലുതാക്കാൻ ഇച്ചിരി പാടാണ്. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മോളം തുളിരിൻ തുളിരെ. വീട്ടിലേക്ക് പോയി സ്ക്രീൻ കോരി കാണാൻ പറ്റുന്നില്ല. നേരത്തെ ശരിക്ക് കാണാൻ പറ്റുമായിരുന്നു, ഇപ്പൊ പകുതി കാണുന്നില്ല, സ്റ്റാർട്ടിങ് കാണുന്നില്ല. കുറച്ച് വലുതായിട്ട് കാണാമായിരുന്നു. ഇപ്പൊ കുറച്ച് നീങ്ങിപ്പോയി. സൈഡിലേക്ക് നീങ്ങുന്നുണ്ട്. മൊബൈലാണെങ്കിൽ ചരിച്ചു വെച്ചാൽ മതി. മൊബൈലിൽ ചരിച്ചു വെക്കും. ഇല്ല, ചരിച്ചു വെച്ചാലും കിട്ടില്ല. അത് സൈഡ് ആദ്യം സ്റ്റാർട്ടിങ് ഒന്നും കാണുന്നില്ല. ഇപ്പൊ കൊള്ളാം, ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഈ പാട്ട് പാടും. വീണപ്പൂവേ കാണോ? വീണപ്പൂവേ വീണപ്പൂവേ കുമാരന പൂവേ കുമാരനാശാന്റെ വീണ പൂവേ വീണ പൂവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ. പൂവേ വികാരവതി നീ വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ കവിഭാവനകൾ. മനസ്സിലാവുന്നുണ്ടോ സാറേ? കാമുകിമാരുടെ ചുണ്ടിലെ കവികൾ. ഇത് പാടാം, നീല ജലാശയത്തില് പാടാം. ഇത് പാടാം. ആരെങ്കിലും പാടുന്നുണ്ടോ? സ്റ്റാൻസ് പാടിയാൽ മതി. ഒരു സ്റ്റാൻസ് പാടുക, അടുത്ത സ്റ്റാൻസ് അടുത്ത ആൾ. നീല ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീല ജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയാ ഈ ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളാ അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീല ജലാശയത്തിൽ
ജലാശയത്തിൽ. താങ്ക് യു. നിമിഷം മായാജാലമായി എന്നുള്ള അടുത്ത സ്റ്റാൻസ് ആരാ പാടുക? ഞാൻ പാടാം. പാടുക. ജലാശയത്തിൽ സ്റ്റാൻസ. നീരാടും നീർക്കുളത്തിൽ നിമിഷം സഫലങ്ങളായി നിന്നിലുമെന്നിലും ഉൾപ്രേരണകൾ ഉത്സവമത്സരമാടി നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നീർത്തിയ കമ്പളമായി ആദ്യ സമാഗമമായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും നീർക്കുളത്തിൽ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. അതുപോലെ തുമ്പീവ, മഞ്ഞണിക്കൊമ്പൽ, തുണരുണരു അങ്ങനെയുള്ള പാട്ടുകൾ. രാഗേന്ദ്ര കിരണങ്ങൾ ഒളിവീശിയില്ല വന്നിട്ടുണ്ട്, നോക്കി പാടാം. രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല, രജനീ കദംബങ്ങൾ മിഴിചെമ്മിയില്ല, മദനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി മനവും തനുവും മരുഭൂമിയായി നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ, എന്നും അവളുടെ രാവുകൾ. വാക്യാരം പാടട്ടെ കുറെ. വാക്യാരം. ആലംബമില്ലാത്ത നാളിൽ അവൾ പോലും അറിയാത്ത നേരം കാലം വന്നാൽ കന്നിപ്പൂവിൻ കരളിനുള്ളിൽ കലിയമ്പെയ്തു രാവിൻ നെഞ്ചിൽ കോലം തുള്ളും രോമാഞ്ചമായവൾ മാറി. രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല, രജനീ കദംബങ്ങൾ മിഴിചിമ്മിയില്ല, മദനോത്സവങ്ങൾക്കു നിറമാല ചാർത്തി മനുവും തനുവും മരുഭൂമിയായി നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ, എന്നും അവളുടെ രാവുകൾ. ഓക്കെ, താങ്ക് യു. അടുത്തത് ശ്രുതിയിൽ നിന്നുയരും ശലഭങ്ങളെ നാദശലഭങ്ങളെ സ്വരമാ ചിറകിൽ അലസം നിങ്ങളും മനസ്സിന്റെ ഉപവനത്തിൽ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ ലയമാ തിരുമധുരവുമാ ലയമാ മധുവുമാ നിറയെ പൂക്കും
ആസ്വാദന പൂച്ചെണ്ടുകൾ അവയുടെ അനുപമ നൈവേദ്യം നുകരൂ ശ്രുതി നാദശലഭങ്ങളെ. ഇത് സാറേ മഞ്ഞണിക്കൊമ്പിൽ തുമ്പീവ കിളിയെ കിളിയെ ഉണരുണരു കിളിയെ കിളിയെ നേരത്തെ പാടി സാറേ. ഇല്ല, പിന്നെ കൈക്കുടന്ന നിറയും കൈക്കുടന്ന നിറയും തിരുമധുരം തരും ഒരു നീളം തൂവൽ കിളിപ്പാട്ടുമായി ഇളകളെന്ന വഴിയിലൂടെ വരുന്നു വസന്തം കൈക്കുടന്ന നിറയും. പിന്നെ ഏതാ സിനിമ, ഏതാ പറഞ്ഞ പാട്ട്? മഞ്ഞണിക്കൊമ്പിൽ അല്ലേ? മഞ്ഞണിക്കൊമ്പിൽ ഉണരുണരു പിന്നെ തുമ്പീവ. മഞ്ഞണിക്കൊമ്പിൽ പാടട്ടെ സാറേ, പാടട്ടെ സാറേ. പഠിക്കും. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി ഇണയെവിടെ തുണയെവിടെ ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ മഞ്ഞിൽ മുങ്ങിത്തന്നൽ വന്നു മാവേലിക്കാവിൽ ഒറ്റയ്ക്കൊരു കൊമ്പിൽ കൂടും കൂട്ടി നീ മഞ്ഞിൽ മുങ്ങിത്തന്നൽ വന്നു മാവേലിക്കാവിൽ ഒറ്റയ്ക്കൊരു കൊമ്പിൽ കിളിക്കൂടും കൂട്ടി നീ ചൊടിയിണകളിൽ അമൃതമോടവനതു വഴി വന്നു ഒരു ചെറു കുളിരലയിളകി നിന്നോമൽ കരളിൽ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി ഇണയെവിടെ തുണയെവിടെ ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. ഓക്കെ, അപ്പോൾ താങ്ക് യു ജോസഫ് സാർ. നമുക്ക് അവസാനിപ്പിക്കാം. വളരെ മനോഹരമായ പാട്ടുകൾ. വേറെ ആർക്കെങ്കിലും പാട്ടുകൾ പാടാനുണ്ടെങ്കിൽ പഠിക്കും. പാട്ടുകളുണ്ട്. ചിരിക്കുമ്പോ പാട്ടോടാ ചന്ദ്രമഴയിലൊരു പാട്ടോടാ സാർ. ചന്ദ്രമഴയില് ജാനകി പാടിയ പാട്ടില്ലേ? പാട്ടെ. പോയ കാലം കാറ്റിനക്കരെ ഒഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ എന്റെ ഓർമ്മകൾ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ ഒഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ദേവതാരു പൂത്ത കാലം നീ മറന്നുവോ അന്നു ദേവതമാ ചൂടി തന്ന പൂ മറന്നുവോ ദേവതാരു പൂത്ത കാലം നീ മറന്നുവോ അന്ന് ദേവതമാ ചൂടി തന്ന പൂ മറന്നുവോ ദേവദൂതുമായി വന്നൊരെന്റെ സ്വപ്നമേ ദേവലോകമിന്നെനിക്ക് നഷ്ടസ്വമോ ദേവദൂതുമായി വന്നൊരെന്റെ സ്വപ്നമേ ദേവലോകമിന്നെനിക്ക് സ്വർഗമോ മഞ്ഞളെ മുങ്ങി നിൻ തിങ്കളല്ലയോ അന്ന് തമ്പുരുവിൽ തങ്ങിന കാവ്യമല്ലയോ മഞ്ഞലയിൽ മുങ്ങി തോന്നുന്നു സാർ പാടട്ടെ എന്ന് താങ്ക് യു സാർ.
ആ ഇനിയുണ്ട് നിന്നുപോയി എന്താന്നറിയില്ല. കഴിഞ്ഞു പോയ ആ, കാലം കാശിനക്കരെ നല്ല പാട്ട്. ഇനി ഒത്തിരി ഗാനങ്ങൾ കൊറേ ഉണ്ട് സാറേ അങ്ങനെ. പറഞ്ഞാലും തുമ്പീവ, പറഞ്ഞാലും ഉണരുണരു. ഒന്ന് രണ്ട് പാട്ടുകളൊന്നും ഞാൻ പറഞ്ഞു പോകാം. നിദ്ര കണ്ണീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. പാടാൻ നമുക്ക് സമയമില്ല കേട്ടോ. മധുര പ്രതീക്ഷതൻ പൂങ്കാവിൽ വെച്ചൊരു മണിവേണു ഗായകനെ കണ്ടുമുട്ടി അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോത്തിക്കരികിലിരിക്കെ മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലനത്ത് മധുമാസ ചന്ദ്രൻ സന്ധ്യകളെ ഉണരൂ വേഗം നീ മാനസമണി വേണുവിൽ താനേ തിരിഞ്ഞു മറിഞ്ഞു. ആ ഒരു പാട്ട് വളരെ മനോഹരമായ പാട്ടാണ്. ഏറ്റുമാനൂർ അമ്പലത്തിൽ എഴുന്നള്ളിപ്പ്, അത് അവാർഡ് കിട്ടിയ പാട്ടാണ് സാറ് പറഞ്ഞു. കൈക്കുടന്ന നിറയെ അത് നമ്മൾ പാടിയോ. പിന്നെ ലോകം മുഴുവൻ സുഖം പകരാൻ എന്നുള്ളൊരു പാട്ട് പാടിയിട്ടുണ്ട്. ആലോല നീലവിലോചനങ്ങൾ കനവു നെയ്തൊരു കൽപ്പിത കഥയിലെ ഇടയ പെൺകുഞ്ഞ. അത് ബ്രഹ്മാനന്ദനുമായിട്ട് ചേർന്നൊരു യുഗ്മഗാനമാണ്. ചിന്നും വെൺതാരത്തിൽ ആനന്ദവേള എങ്ങും മലർശരൻ. പിന്നെ കൊലേനാർ മണിയമ്മ, യമുനെ നീ ഒഴുകൂ, തീരസമയിലെ യമുനാ തീരെ ഈ മലർ കന്യകൾ. അങ്ങനെ ഒത്തിരി ഒത്തിരി പാട്ടുകൾ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട് വേറെ ഉണ്ട്, അതും കൂടെ പാടിയല്ല പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കുങ്കുമപ്പൂവുകൾ പൂത്ത് എൻ്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ കുങ്കുമപ്പൂവുകൾ പൂത്ത് മാനസമാമണി മുരളി അന്ന് മാതക സംഗീതമരുളി. പ്രണയ സാമ്രാജ്യത്തിൻ അരമന കണ്ണിൽ തുഴയുന്ന കളിലേറി രാജകുമാരൻ വന്നു ചേർന്നു. നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ പാടിയാലും തീരാത്ത പാട്ടുകളാണ് ജാനകി അമ്മ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നന്ദിയോടെ നമുക്ക് സ്മരിക്കാം. മലയാളത്തിൽ ഇത്രയും നമ്മുടെ പാട്ടിന്റെ ഒരു ഗ്രൂപ്പ് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലിങ്കിന്റെ കൂടെ ഇപ്പം ഒരു ഗ്രൂപ്പ് കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും പാട്ടൊക്കെ പാടുന്നവരുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. ഒത്തിരി പേരൊന്നും വേണ്ട, അത് നമുക്ക് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോയാൽ മതി. കാരണം നമുക്ക് തന്നെ ഒത്തിരി കറക്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം പാടാനും അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കാനും കുറച്ചൊക്കെ തിയറിയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉപയോഗിക്കാം. ഇതൊരു കളരിയായിട്ട് കണ്ടാൽ മതി അല്ലേ? പാട്ടുകാരെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമായി. സാറേ അതുപോലെ MS ബാലസം ആ പാട്ട് കേൾക്കുമ്പോ ഞാൻ ശരിക്കും ഇവിടുന്ന് കരയാറുണ്ട്. ഞാൻ രാത്രി ആ പാട്ട് വെക്കും കിടക്കുമ്പോ. മലരേ മൗനമേ മൗനമേ വേദമോ. അപ്പൊ എസ് ജാനകിയല്ലേ സാറേ അതില് മലർകൾ പേശുമാ പേശിനായുമാ അൻപേ. എനിക്കില്ല ആ പാട്ട് കേൾക്കുമ്പോ കരച്ചില്ല വരും. അയാൾ പെട്ടെന്ന് കൊറോണ ആയിട്ട് മരിച്ചു പോയതല്ലേ. അതെ സാറേ. കരയുന്ന പാട്ടുകളൊന്നും കേട്ടോണ്ട് കിടക്കണമെന്നില്ല കേട്ടോ. അടുത്ത ആഴ്ച ഏതായിരിക്കും പാട്ട് നമുക്ക് നോക്കാം അല്ലെ? നമ്മുടെ ഗ്രൂപ്പിലിടാം. ആക്റ്റീവ് ആക്കാം. കുറച്ച് പേരെ ആഡ് ചെയ്യാൻ. ശരി സർ. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു.